ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു മീൻ പുളി വയ്ക്കാം. അയലപ്പുളിയാണ്. അയലപ്പുളി വയ്ക്കാനുള്ളത് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് വേണ്ടുന്ന സാധനങ്ങൾ വേണ്ട: സവാള, രണ്ട് ചെറിയ സവാള, ഒരു 2-3 പച്ചമുളക്, പിന്നെ ഇഞ്ചി, ശകലം ഇഞ്ചി, വെളുത്തുള്ളി ഇത് ചതച്ച് വെച്ചിരിക്കുകയാണ്. പിന്നെ കറിവേപ്പില. ദാണ്ട അയല മീൻ. ഇനി നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ചട്ടി അടുപ്പത്ത് വയ്ക്കാൻ പോവുകയാണ്. ചട്ടി അടുപ്പിൽ വെച്ച് പിന്നെ തീയിടാം. ഇത്തിരി ഒന്ന് ചട്ടി അനക്കട്ട്. പിന്നെ ഇതിൽ തക്കാളിയും ചേർക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് അപ്പോഴും ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ആ നേരത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിക്കാൻ പോകുന്നു. ചട്ടിൻ്റെ വെള്ളം നല്ലോണം തോന്നില്ലെങ്കിലേ പൊട്ടിത്തെറിക്കും. ഇപ്പം ചട്ടി നല്ലോണം തോന്നിയിട്ടുണ്ട്. മൺചട്ടിയിലാണ് വെക്കണം കേട്ടോ. അപ്പം അതിലേക്ക് എണ്ണ ഒഴിക്കാം. കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഉലുവ ഇട്ട് കൊടുക്കാം. കുറച്ച് ഉലുവ. ഉലുവ ഒന്ന് മൊരിഞ്ഞ് വരട്ടെ. ഇച്ചിരി ഒരു ബ്രൗൺ കളറായി വരണം. എണ്ണ ചൂടായതേ ഉള്ളായിരുന്നു. ഇന്നിവിടെ ക്യാമറ പിടിച്ചു തരാനൊന്നും ആരുമില്ല. മോൻ ജോലിക്ക് പോയി. മോള് രാവിലെ കോളേജിൽ പോയി. അപ്പോഴേ എന്നെ കൊണ്ട് ഒക്കെ കണക്ക് ഞാൻ ചെയ്യുന്നു. നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ല അയല കേട്ടോ. ഇത് നല്ല അയല, കേടായതൊന്നുമില്ല. ഉലുവ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള ഇടേന്ന്. സവാള ഇട്ട് പിന്നെ കൂടെ തന്നെ പച്ചമുളകും എല്ലാം കൂടെ ഇടാം. അത് അതിൽ കിടന്നങ്ങ് വഴണ്ടോളും. അതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇട്ടതിന് ശേഷം നമ്മൾ നന്നായൊന്ന് ഇളക്കി. അത് ഇച്ചിരി ഒരു കളർ കരിഞ്ഞു പോകരുത് കേട്ടോ. ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് കറിവേപ്പിലയും കൂടെ ഇടാം. തക്കാളി ഇപ്പോഴും ഇടരുത്, കുറച്ച് കഴിഞ്ഞേ ഇടാവും. ഇനി ഒരു ലേശം ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇത് വഴണ്ട് വരെ ലേശം ഉപ്പ് ഇട്ടിട്ട് നന്നായി ഇളക്കാം. ഇത് ഒരുവിധം വഴണ്ടിട്ടുണ്ട്. അപ്പം ആ നേരത്തിന് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കുക. അതിൽ തൊലി കളയണം കേട്ടോ. തൊലി എടുക്കരുത്. തൊലി കിടന്ന വയറുവേദന ഉണ്ടാവും. അപ്പം അത് ഇട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. കുറച്ചുകൂടെ ഒരു കളർ ആ തക്കാളി വഴണ്ട് വരണം. പിന്നെ കുറച്ചുകൂടെ സവാളയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം കൂടെ ഒന്ന് ഇതാവാനുണ്ട്. കാരണം നോക്കാനുണ്ട്. ഭയങ്കരമായിട്ട് കരിയരുത്. ഈ ചട്ടിയിൽ വെക്കുന്ന കറിയുടെ ടേസ്റ്റ് ഒരു പ്രത്യേകതയാണ്. നമ്മളെ മൺചട്ടിയിൽ എനിക്ക് ഈ ഒരു ചട്ടിയിൽ ഓടുന്നുണ്ട്. മൺചട്ടി ഇനി വാങ്ങിക്കണം. കലങ്ങളൊക്കെ ആണെങ്കിൽ ഉണ്ട്. ചെറിയ ചെറിയ കലങ്ങൾ, ഇഞ്ചി നാരങ്ങ അങ്ങനെയൊക്കെ വയ്ക്കാനായിട്ട്. കിഴങ്ങ് കപ്പയെന്ന് പറയും. അങ്ങനെയൊക്കെ വയ്ക്കാനായിട്ട് നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഉണ്ട് എല്ലാ സവാളയും എല്ലാം നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. തക്കാളി അതുപോലെ തന്നെ വഴണ്ട് വന്നിട്ടുണ്ട്. കണ്ടോ? അപ്പോൾ ആ നേരത്തിന് നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. മഞ്ഞൾപ്പൊടി ഇത്തിരി തോന്നിയിരിക്കട്ടെ. തീ കുറച്ച് വെച്ച് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ലേശം കൂടെ ഉണ്ടായിരുന്നാലും നല്ലതാണ് കേട്ടോ. ഈ പുളിക്കൊരു പ്രത്യേകതയുണ്ട്. അപ്പം
മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ചെറിയ സ്പൂണാണ് കേട്ടോ. കോരി എടുക്കണ കാര്യങ്ങൾ പാടും. ഭയങ്കര എരി കൂടണ്ട. ചെറിയ സ്പൂണായതുകൊണ്ട് എരി ഇത് പൊടി കയറണില്ല. ഇങ്ങനെ മുളക് പൊടി ഇട്ട് ഇനി മല്ലിപ്പൊടി ഇടാം. മല്ലിപ്പൊടി ഇത്തിരി വേണം, പുളി വയ്ക്കണല്ലേ. അങ്ങനെ മല്ലിപ്പൊടി ഇട്ട് ഇനി ഒന്ന് ഇളക്കി ഇനി നമുക്ക് എന്താ ചെയ്യുക, ഇനി പുളി ഇടണമല്ലോ. അപ്പം പുളി ഞാൻ ഈ വാങ്ങിച്ച് കുത്തിയതാണ് കേട്ടോ. പുളിയെ ഞാൻ പുളി വാങ്ങിച്ച് കുത്തിയതാണ്. അപ്പം ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. പുഴിയേണ്ട ആവശ്യമില്ല. ഇതിലൊന്നുമില്ല, കല്ലാവട്ടെ മണ്ണാവട്ടെ ഒന്നുമില്ല. ഞാൻ അരിച്ചൊഴിച്ച് വയ്ക്കും, ഒന്നുമില്ല, ഒരു തോട് പോലും ഇല്ല. ഞാൻ കുത്തിയതാണ്, അതുകൊണ്ട് അത് നമ്മൾ പിഴിയേണ്ട ആവശ്യമില്ല. അപ്പം ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. മീൻ്റെ അരപ്പ് ഇതെല്ലാം കൂടെ വഴറ്റിയതിൽ അരപ്പ് പൊടിയെല്ലാം ചേർത്തിട്ടുണ്ട്. അത് ചൂടാറി. അപ്പം ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇടാം. രാവിലെ ജലദോഷം പോലെ, തുമ്മലും കാലാവസ്ഥയുടെ പ്രശ്നമാണെന്ന് തോന്നുന്നു. ഇങ്ങനെ ഉണക്കമായി, ഒരു വല്ലാത്തൊരു കാറ്റും അന്തരീക്ഷം ശരിയല്ല. അപ്പോൾ ഇത് മിക്സിയുടെ ജാറിൽ ഇതാ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അച്ഛനെ കറണ്ട് ഉണ്ടാകുന്ന ഞാൻ നോക്കിയില്ല, ഇല്ലെങ്കിൽ പണി ആളും. പോയി അങ്ങനെ ഗായ്സ്, കറണ്ട് പോയിരിക്കുന്നു. എന്നാലും ഞാൻ തളരൂല. കറണ്ട് പോയി, അത് മിക്സിയിൽ അടിച്ചെടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ എന്തോ ഇത് വിട്ടു കൊടുക്കില്ല. ഇതാ ഇതിനെ നന്നായിട്ട് സ്പൂണിന് നല്ലതുപോലെ ചട്ടിയിലെ സൈഡിലോട്ടങ്ങനെ ആക്കി ഇച്ചിരി നേരം ഇങ്ങനെ നമുക്ക് ഇടയ്ക്ക് കൊടുക്കാം. അങ്ങനെ ഇട്ടാലും പറ്റില്ലല്ലോ. ഇനി ഞാൻ റെഡിയാക്കി എടുക്കുമ്പോൾ കറണ്ട് വരുമായിരിക്കും, അപ്പോഴും വരട്ടെ, കുഴപ്പമില്ല. ഇതിപ്പോൾ തക്കാളി എല്ലാം എല്ലാം നല്ലതുപോലെ ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പം മിക്സിയിൽ അടിക്കുന്ന അതേ ഒരു ഇതായി. മിക്സിയിലിട്ടാണെങ്കിൽ നമ്മളൊരു കറക്കിയില്ലേ എടുക്കണം. അപ്പം അതുപോലെ ആയിട്ടുണ്ട്. ഇനി ഇത് അടുപ്പിലോട്ട് വെച്ച് തീയിട്ട് കൊടുക്കാം. ഇത് ഇനി അരപ്പ് അടുപ്പിലോട്ട് വയ്ക്കാം. വെച്ച് എല്ലാം നല്ലതുപോലെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. അരപ്പറന്ന് തിളക്കട്ട്. വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി ഉപ്പ് നോക്കാം. ഉപ്പില്ല, അപ്പോൾ ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉളുപ്പൊക്കെ കറക്റ്റാണ് കേട്ടോ. കുറച്ച് ഉപ്പ് കൂടെ തീർത്താം. ഉപ്പ് ഒഴിച്ചിട്ടുണ്ട്. ഇപ്പം കറക്റ്റ് ഉപ്പായി. നല്ലതുപോലെ മിക്സിയുടെ ജാറിൽ വെറുതെ ജാറ് കഴുകാൻ വേണ്ടിയിട്ട് കറണ്ട് തന്നെ പറ്റിച്ചു. അപ്പം ഇതവിടെ ഇരുന്നിട്ട് നമ്മൾ അടച്ചു വെച്ച് കൊടുക്കാം. ഇനി എന്ത് ചെയ്യാം, 2 ഉലുവ ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ട്. ആ ഉലുവ പൊടിച്ചെടുക്കാം.
ഇങ്ങനെ ആക്കി. ഞാൻ ഉലുവ ഇത് എണ്ണയിൽ ചേർത്തിട്ടുണ്ട്, എങ്കിലും ശകലം കൂടെ ഒന്ന് അരപ്പിലോട്ട് ഇട്ട് കൊടുക്കാം. ഈ അരപ്പ് തിളയ്ക്കുമ്പം മീനിടാം. പൊടിഞ്ഞ് നല്ലതുപോലെ പൊടി വറുത്ത് വെച്ചിട്ടുണ്ടല്ലേ, പിന്നിട്ട് അടച്ചിട്ട്. അത്യാവശ്യത്തിന് ഇത്തിരിയൊക്കെ ആണെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്യും. അപ്പം ഇത് അതിലോട്ടിടാം. കുറച്ചുകൂടെ ഉണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ഈ മിക്സിയിലൊന്ന് അടിക്കും കണക്ക് തന്നെ ഞാൻ നല്ലതുപോലെ മിക്സ് ചെയ്ത് ആ ചട്ടിയുടെ സൈഡിനോട്ട് ആക്കി നല്ലതുപോലെ നമ്മൾ അരങ്ങി ഉടക്കി കണക്കാക്കിയിട്ടുള്ളത്. അപ്പം ഇനി ഇത് കിടന്ന് തിളക്കിയിട്ട് ഇതാകണ്ട, തിളച്ചില്ല, എല്ലാം റെഡിയാക്കി. ഇതാണ്ട ഞാൻ കാണിച്ചു തരാം. ഞാൻ അങ്ങനെ അരങ്ങി ഉടച്ച് രംഗം ഞാൻ കാണിച്ചു തരാം. ഇതാകണ്ട, ചെറിയൊരു തരിയരിപ്പേ ഉള്ളൂ. അത് കുഴപ്പമില്ല. കറണ്ട് ഇല്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യണം? നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, എല്ലാം ചേർത്തതല്ലേ. ഇനി ഇത് നമുക്ക് അടച്ചിടാം. ഇനി അരപ്പ് തിളയ്ക്കുമ്പോഴത്തേക്ക് അതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം. അങ്ങനെ ഉപ്പെല്ലാം പാകത്തിനുണ്ട്. നമ്മൾ അരപ്പ് കിടന്ന് തിളയ്ക്കണം. അപ്പം ഇനി നമുക്ക് എന്ത് ചെയ്യാം? തീ കുറച്ച് വെച്ച് കൊടുക്കാം. അതായത് ഇപ്പം തീ ഇച്ചിരി ഒന്ന് കൂടിയാണ്, നല്ലോണം കുറച്ചിട്ട് കൊടുക്കാം. അപ്പം അതിലേക്ക് നമ്മുടെ അയല പറക്കി ഇട്ട് കൊടുക്കാം. അയല മീൻ പറക്കി ഇട്ട് കൊടുക്കാം. ഇതാ തലയുണ്ട്. തല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് മോക്കും തല ഇഷ്ടമാണ്. പക്ഷേ മോന് അയലേറെ തല കൂട്ടൂല. അവന് വങ്കടത്തല, കണ്ണൻകൊഴിയാളേര, ഈ രണ്ട് മീനിൻ്റെ തലയാണെങ്കിൽ അവൻ കൂട്ടുള്ളൂ. അപ്പോൾ ഇതൊന്ന് ഇളക്കി ഇത്തിരി ഒന്ന്. ഇപ്പം തന്നെ നെയ്യ് തെളിഞ്ഞ്, നെയ്യൊക്കെ തെളിഞ്ഞ് പൊളിയായിട്ട് വരണം. ഇനിയിപ്പം ഇതവിടെ കിടന്ന് വേവട്ടെ. ഇനി വെന്തതിന് ശേഷം കാണാം. അങ്ങനെ നമ്മുടെ അയലപ്പുളി സെറ്റായിട്ടുണ്ട്. നല്ല അടിപൊളിയായി നെയ്യൊക്കെ തെളിഞ്ഞ് നിൽക്കുകയാണ്. അത് കാണിച്ചു തരാം. നെയ്യൊക്കെ തെളിഞ്ഞ് റെഡിയായി. കണ്ടോ? അങ്ങനെ നമ്മളെ അയലപ്പുളി റെഡിയായി. കണ്ടോ? നല്ലതുപോലെ നെയ്യൊക്കെ തെളിഞ്ഞ് താണ്ട തല കിടക്കണ കണ്ടോ? അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ.